നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. യുകെയിൽ കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസ പദവിയായ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കാൻ ആവശ്യമായ കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമാക്കി ഉയർത്താനുള്ള നിർദ്ദേശത്തിനെതിരെ ലേബർ പാർട്ടിക്കുള്ളിൽ ശക്തമായ എതിർപ്പ്. ഏകദേശം 80 ലേബർ എംപിമാർ നിർദ്ദിഷ്ട മാറ്റം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ആൻഡി ബേൺഹാം പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്നതിനിടെ അദ്ദേഹം നേരിടേണ്ടി വരുന്ന പ്രധാന ആഭ്യന്തര വെല്ലുവിളികളിൽ ഒന്നായി കുടിയേറ്റ നയം മാറിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി ഷബാന മഹ്മൂദ് മുന്നോട്ട് വെച്ച നിർദ്ദേശപ്രകാരം ചില കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസത്തിന് അർഹത നേടാനുള്ള അടിസ്ഥാന കാലാവധി 10 വർഷമായി ഉയർന്നേക്കും. തൊഴിൽ, നികുതി അടവ്, പൊതുസേവനത്തിനുള്ള സംഭാവന തുടങ്ങിയ മാനദണ്ഡങ്ങൾ പരിഗണിച്ച് ചിലർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്ഥിരതാമസം നേടാൻ അവസരം നൽകുന്ന ഏൺഡ് സെറ്റിൽമെന്റ് സംവിധാനവും പരിഗണനയിലുണ്ട്. റീഫോം യുകെയുടെ കടുത്ത കുടിയേറ്റ സമീപനം അനുകരിക്കാൻ ലേബർ പാർട്ടി ശ്രമിക്കരുതെന്നാണ് എതിർപ്പുയർത്തുന്ന എംപിമാരുടെ നിലപാട്. ഇതിനകം നിയമാനുസൃതമായി യുകെയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവരുടെ ജീവിത പദ്ധതികളെ പിന്നീടുള്ള നയമാറ്റം ബാധിക്കരുതെന്നും അവർ ആവശ്യപ്പെടുന്നു. അതേസമയം നിർദ്ദേശം ഇതുവരെ അന്തിമ നിയമമായി മാറിയിട്ടില്ല. പുതിയ സർക്കാർ ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിക്കുന്നതുവരെ നിലവിലുള്ള വിസ, സ്ഥിരതാമസ നിയമങ്ങളും ഹോം ഓഫീസ് മാർഗനിർദ്ദേശങ്ങളുമാണ് പ്രാബല്യത്തിലുള്ളത്. ഫ്രാൻസുമായുള്ള 1 in 1 ഔട്ട് അഭയാർത്ഥി മടക്കിയയക്കൽ പദ്ധതി നടപ്പാക്കുന്നതിനായി മനുഷ്യക്കടത്തിന് ഇരയായിരിക്കാമെന്ന സംശയമുള്ളവർക്കുള്ള സംരക്ഷണം കുറച്ച ആഭ്യന്തരമന്ത്രി ഷബാന മഹ്മൂദിന്റെ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി. ഫ്രാൻസിലേക്ക് തിരിച്ചയക്കാൻ പട്ടികപ്പെടുത്തിയ 5 ചെറുബോട്ട് അഭയാർത്ഥികളാണ് നിയമ നടപടി ആരംഭിച്ചത്. എറിത്രിയ സ്വദേശികളായ 4 പേരും സുഡാൻ സ്വദേശിയായ ഒരാളുമാണ് ഹർജിക്കാർ. ഫ്രാൻസുമായുള്ള 1 in 1 ഔട്ട് അഭയാർത്ഥി മടക്കിയയക്കൽ പദ്ധതി നടപ്പാക്കുന്നതിനായി മനുഷ്യക്കടത്തിന് ഇരയായിരിക്കാമെന്ന സംശയമുള്ളവർക്കുള്ള സംരക്ഷണം കുറച്ച ആഭ്യന്തരമന്ത്രി ഷബാന മഹ്മൂദിന്റെ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. മനുഷ്യക്കടത്ത് സംരക്ഷണം നിഷേധിക്കപ്പെട്ടാൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെടാനുള്ള അവകാശം ഒഴിവാക്കിയ മാർഗനിർദ്ദേശ മാറ്റമാണ് കേസിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച വിശദമായ വിധിയിൽ മാർഗനിർദ്ദേശം മാറ്റിയ ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് ജസ്റ്റിസ് ഷെൽഡൻ വ്യക്തമാക്കി. എന്നാൽ 5 പേരുടെയും കേസുകളിൽ ആഭ്യന്തരമന്ത്രി എടുത്ത ചില വ്യക്തിഗത തീരുമാനങ്ങൾ നിയമപരമാണെന്നും കോടതി കണ്ടെത്തി. പുനഃപരിശോധന നിറഞ്ഞ മാർഗനിർദ്ദേശ മാറ്റം 2 പേരുടെ കേസുകളിൽ നിർണായക സ്വാധീനം ചെലുത്തിയെന്നും കോടതി നിരീക്ഷിച്ചു. 5 പേർക്കും നിയമപരമായ വെല്ലുവിളി തുടരാൻ അനുമതി ലഭിച്ചു. ചെറുബോട്ടുകളിൽ യുകെയിൽ എത്തുന്നവരിൽ, പ്രത്യേകിച്ച് ലിബിയ വഴി യാത്ര ചെയ്യുന്നവരിൽ പലരും മനുഷ്യക്കടത്തിന് ഇരകളായിരിക്കാമെന്നതിനാൽ വിധിക്ക് വ്യാപക പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഫ്രാൻസിൽ നിന്ന് ചെറുബോട്ടിൽ യുകെയിൽ എത്തുന്ന ഒരാളെ തിരികെ ഫ്രാൻസിലേക്ക് അയക്കുകയും പകരമായി ചാനൽ കടക്കാൻ ശ്രമിക്കാത്ത മറ്റൊരു അഭയാർത്ഥിയെ ഫ്രാൻസിൽ നിന്ന് യുകെയിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി. ഫ്രാൻസിലെ ചില വിദേശ മനുഷ്യക്കടത്ത് ഇരകൾക്ക് യുകെയിലെ ഇതിന് തുല്യമായ സംരക്ഷണം ലഭിക്കില്ല എന്ന തെളിവും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. റിഫോം യുകെ നേതാവ് നൈജൽ ഫറാജ് രാജിവെച്ചതിനെ തുടർന്ന് ക്ലാക്ടൺ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 13 നടക്കും. തന്റെ സാമ്പത്തിക ഇടപാടുകളെയും ലഭിച്ച സമ്മാനങ്ങളെയും കുറിച്ച് വിവിധ അന്വേഷണങ്ങളും ചോദ്യങ്ങളും ഉയരുന്നതിനിടെയാണ് ഫറാജ് എംപി സ്ഥാനമൊഴിഞ്ഞത്. അതേ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ എന്നിട്ട് തീരുമാനിക്കുകയായിരുന്നു. പാർലമെന്റിലെ സ്ഥാപനങ്ങളല്ല, ക്ലാക്ടണിലെ വോട്ടർമാരാണ് തന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടതെന്നാണ് ഫറാജിന്റെ നിലപാട്. സാമ്പത്തിക ഇടപാടുകളെയും ലഭിച്ച സമ്മാനങ്ങളെയും കുറിച്ച് വിവിധ അന്വേഷണങ്ങളും ചോദ്യങ്ങളും ഉയരുന്നതിനിടെ റിഫോം യുകെ നേതാവ് നൈജൽ ഫറാജ് രാജിവെച്ചതിനെ തുടർന്ന് ക്ലാക്ടൺ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 13 നടക്കും. റിഫോം യുകെക്ക് ലഭിച്ച സംഭാവനകളുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. രാഷ്ട്രീയ സംഭാവനകളുടെ യഥാർത്ഥ ഉറവിടം മറച്ചുവെച്ചിട്ടുണ്ടോ എന്നും തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുമാണ് പരിശോധിക്കുന്നത്. ഫറാജിന് ലഭിച്ചതായി പറയപ്പെടുന്ന മറ്റു സാമ്പത്തിക സഹായങ്ങളും സമ്മാനങ്ങളും പാർലമെന്റിൽ ശരിയായ രീതിയിൽ പ്രഖ്യാപിച്ചിരുന്നോ എന്ന കാര്യത്തിലും പരിശോധനകളുണ്ട്. ആരോപണങ്ങൾ തള്ളുന്ന ഫറാജും റിഫോം യുകെയും ഇതിനെ രാഷ്ട്രീയമായി ലക്ഷ്യമിട്ടുള്ള നീക്കമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫറാജിന്റെ വ്യക്തിപരമായ വിശ്വാസ്യതയ്ക്കും റിഫോം യുകെയുടെ രാഷ്ട്രീയ ഭാവിക്കും നിർണായകമായ പരീക്ഷണമാകുമെന്നാണ് വിലയിരുത്തൽ. വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാലും നിലവിലുള്ള അന്വേഷണങ്ങളും പാർലമെന്ററി പരിശോധനകളും അവസാനിക്കില്ല. അതിനാൽ ക്ലാക്ടണിലെ ജനവിധി ഒരു സീറ്റിനായുള്ള മത്സരം മാത്രമല്ല, ഫറാജിന്റെ നേതൃത്വത്തിന് ലഭിക്കുന്ന പൊതുപിന്തുണയുടെ സൂചനയായും കണക്കാക്കപ്പെടും. യുകെയിലെ പ്രാദേശിക കൗൺസിലുകളിൽ സമർപ്പിക്കുന്ന വിസ അപേക്ഷകൾ മുതൽ ഭവന നിർമ്മാണ പ്ലാനിംഗ് അനുമതികൾ വരെയുള്ള ഫയലുകൾ പരിശോധിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ വരുന്നു എന്ന വാർത്തകൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. വൻതോതിലുള്ള പ്ലാനിംഗ് അപേക്ഷകളുടെ കെട്ടിക്കിടപ്പും ഭവന പ്രതിസന്ധിയും പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഔദ്യോഗികമായി പുറത്തിറക്കിയ എക്സ്ട്രാക്ട് എന്ന AI ടൂൾ യുകെയിലെ ഭരണ സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. യുകെയിലെ പ്രാദേശിക കൗൺസിലുകളിൽ സമർപ്പിക്കുന്ന വിസ അപേക്ഷകൾ മുതൽ ഭവന നിർമ്മാണ പ്ലാനിംഗ് അനുമതികൾ വരെയുള്ള ഫയലുകൾ പരിശോധിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ വരുന്നു. ബ്രിട്ടനിലെ ഡിജിറ്റൽ പ്ലാനിംഗ് പ്രോഗ്രാമും ഡിപ്പാർട്ട്മെന്റ് ഫോർ സയൻസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജിയുടെ ഇൻക്യുബേറ്റർ ഫോർ AI വിഭാഗവും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് എക്സ്ട്രാക്ട്. ഇംഗ്ലണ്ടിലെ എല്ലാ പ്രാദേശിക കൗൺസിലുകൾക്കും ഈ AI അധിഷ്ഠിത ടൂൾ ഇപ്പോൾ സൗജന്യമായി ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നതോടെ കിലോമീറ്ററുകളോളം നീളുന്ന ഫയലുകൾ സെക്കൻഡുകൾക്കുള്ളിൽ ഡിജിറ്റൽ ആകുന്നു.
മുൻകാലങ്ങളിൽ പ്ലാനിംഗ് ഉദ്യോഗസ്ഥർക്കും ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഓഫീസർമാർക്കും ഒരു പഴയ മാപ്പോ ഫയലോ പരിശോധിച്ച് ഡേറ്റ ഡിജിറ്റൽ രൂപത്തിലാക്കാൻ 1 മുതൽ 2 മണിക്കൂർ വരെ സമയം വേണ്ടിയിരുന്നു. എന്നാൽ എക്സ്ട്രാക്ട് AI ടൂളിന് കേവലം 2 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കൗൺസിൽ രേഖകൾ, മങ്ങിയ സ്കാൻ ചെയ്ത PDFകൾ, അതിരുകൾ അടയാളപ്പെടുത്തിയ മാപ്പുകൾ, അവയ്ക്ക് മുകളിലുള്ള കൈയെഴുത്ത് കുറിപ്പുകൾ എന്നിവയെല്ലാം കൃത്യമായി വായിച്ചെടുക്കാൻ ഗൂഗിൾ ഡീപ് മൈൻഡിന്റെ ജെമിനി ഉൾപ്പെടെയുള്ള അത്യാധുനിക ലാംഗ്വേജ് മോഡലുകളും കമ്പ്യൂട്ടർ വിഷൻ സാങ്കേതികവിദ്യയും എക്സ്ട്രാക്ട് ഉപയോഗിക്കുന്നു. UK-യിൽ നിലവിലുള്ള കടുത്ത ഭവന പ്രതിസന്ധി മറികടക്കാൻ 5 വർഷത്തിനുള്ളിൽ 1.5 മില്യൺ പുതിയ വീടുകൾ നിർമ്മിക്കുമെന്നാണ് പുതിയ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം. ഇതിന്റെ പ്രധാന തടസ്സം കൗൺസിലുകളിൽ പ്ലാനിംഗ് പെർമിറ്റുകൾ മാസങ്ങളോളം വൈകുന്നതാണ്. എക്സ്ട്രാക്ട് AI വഴി പ്രതിവർഷം കൗൺസിൽ ജീവനക്കാരുടെ 2,50,000 മണിക്കൂറിലധികം വരുന്ന മാനുവൽ ജോലി ഒഴിവാക്കാൻ സാധിക്കും. ഇത് പ്ലാനിംഗ് ഓഫീസർമാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ജോലിഭാരം കുറയ്ക്കുകയും കൂടുതൽ സങ്കീർണമായ ഭവന നിർമ്മാണ പദ്ധതികളിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യും. AI വരുന്നതോടെ നിങ്ങളുടെ അപേക്ഷകൾ കമ്പ്യൂട്ടർ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുമെന്ന ഭീതി പൂർണ്ണമായും തെറ്റാണ്. അപേക്ഷകൾ തരംതിരിക്കാനും പ്രധാന വിവരങ്ങൾ സംഗ്രഹിക്കാനും പ്രാദേശിക വികസന നയങ്ങൾ മുൻനിർത്തിയുള്ള പ്രാഥമിക വിലയിരുത്തൽ തയ്യാറാക്കാനും മാത്രമേ AI ഉപയോഗിക്കുകയുള്ളൂ. എല്ലാ ഫയലുകളിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഹ്യൂമൻ പ്ലാനിംഗ് ഓഫീസർമാർക്ക് മാത്രമായിരിക്കും. UK-യിലെ പ്രവാസി മലയാളികളിൽ പലരും തങ്ങളുടെ വീടുകൾക്ക് എക്സ്റ്റൻഷൻ നിർമ്മിക്കാനോ ലോഫ്റ്റ് കൺസർവേഷനുകൾക്കോ ഗാർഡൻ ഓഫീസുകൾക്കോ വേണ്ടി കൗൺസിലുകളിൽ അപേക്ഷ നൽകാറുണ്ട്. ഇത്തരം സാധാരണ ഹൗസ് ഹോൾഡർ അപേക്ഷകൾ ആകെ പ്ലാനിംഗ് ഫയലുകളുടെ 70%. പുതിയ AI പരിഷ്കാരത്തിലൂടെ ഈ ചെറിയ അപേക്ഷകളിലെ അനാവശ്യ കാലതാമസം പകുതിയായി കുറയ്ക്കാനാകുമെന്നാണ് ഗവൺമെന്റ് വ്യക്തമാക്കുന്നത്. ബാർനെറ്റ്, കാംഡൻ, ഡോർസെറ്റ് തുടങ്ങിയ കൗൺസിലുകളിൽ ഇതിന്റെ പ്രാരംഭ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇംഗ്ലണ്ടിന്റെ ഭാഗമായി UK-യിലെ മുഴുവൻ കൗൺസിൽ സേവനങ്ങളും കൂടുതൽ സുതാര്യമാക്കി മാറ്റാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. UK-യിൽ ഈ വർഷത്തെ 3ാമത്തെ ഹീറ്റ് വേവ് അടുത്ത ആഴ്ചയും തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. വെള്ളിയാഴ്ച രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ താപനില 35 ഡിഗ്രി സെൽഷ്യസിലെത്താൻ സാധ്യതയുണ്ട്. വ്യാഴാഴ്ച സറിയിലെ വിസ്ലയിൽ 35.5 ഡിഗ്രി രേഖപ്പെടുത്തി. ഇതോടെ 2026-ൽ 34 ഡിഗ്രിയോ അതിലധികമോ താപനില രേഖപ്പെടുത്തിയ ദിവസങ്ങളുടെ എണ്ണം 8 ഉയർന്നു. 1976-ലും 2020-ലും രേഖപ്പെടുത്തിയിരുന്ന 7 ദിവസങ്ങളുടെ മുൻ റെക്കോർഡാണ് ഇതോടെ മറികടന്നത്. വെള്ളിയാഴ്ച UK-യിൽ ചില ഭാഗങ്ങളിൽ താപനില 35 ഡിഗ്രി സെൽഷ്യസിലെത്തുന്നതോടെ ഈ വർഷത്തെ 3ാമത്തെ ഹീറ്റ് വേവ് അടുത്ത ആഴ്ചയും തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. തെക്കൻ ഇംഗ്ലണ്ടിലെ ഹീത്രോ, ബെർക്ക്ഷയർ, സറി, ഐൽ ഓഫ് വൈറ്റ്, നോർത്ത് ഹോൾട്ട് എന്നിവിടങ്ങളിൽ രാത്രിയിലും താപനില 20 ഡിഗ്രിക്ക് മുകളിൽ തുടരുന്ന ട്രോപ്പിക്കൽ നൈറ്റ് അനുഭവപ്പെട്ടു. ബെർക്ക്ഷയർ, വിൽഷയർ, ഹാംപ്ഷയർ, ഓക്സ്ഫോർഡ്ഷയർ, കിഴക്കൻ വെയിൽസ് എന്നിവിടങ്ങളിൽ 34 മുതൽ 35 ഡിഗ്രി വരെ ചൂട് ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. വടക്കുകിഴക്കൻ കാറ്റ് വീശുന്നതോടെ ചില കിഴക്കൻ പ്രദേശങ്ങളിൽ നേരിയ ആശ്വാസം ലഭിച്ചേക്കുമെങ്കിലും തെക്കൻ മേഖലകളിൽ ചൂട് തുടരും. ഇംഗ്ലണ്ടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഞായറാഴ്ച രാത്രി 9 മണിവരെ UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ ആംബർ, യെല്ലോ ഹീറ്റ് ഹെൽത്ത് അലർട്ടുകൾ നിലവിലുണ്ട്. 65 വയസ്സിന് മുകളിലുള്ളവർ, ചെറിയ കുട്ടികൾ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ചൂടിനൊപ്പം പൂമ്പൊടിയുടെ അളവും ഉയരുന്നതിനാൽ ഹേ ഫീവർ അലർജി ഉള്ളവർക്കും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതും വാങ്ങുന്നതും കൂടുതൽ എളുപ്പത്തിലാക്കുന്ന തരത്തിൽ മോറിസൺസ് അവരുടെ 500 സ്റ്റോറുകളിൽ കാതലായ മാറ്റം വരുത്തുന്നു. പാർസൽ സ്റ്റോറേജ് ലോക്കറുകൾ സ്ഥാപിക്കാനുള്ള നിലവിലെ കരാർ കൂടുതൽ സ്റ്റോറുകളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇതുവഴി ഉപഭോക്താക്കൾക്ക് അവരുടെ പ്രതിവാര ഷോപ്പിംഗ് സമയത്ത് കൂടുതൽ എളുപ്പത്തിൽ അവർ ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ ശേഖരിക്കുവാനും മടക്കി നൽകാനും കഴിയും. പാർസൽ സ്റ്റോറേജ് ലോക്കറുകൾ സ്ഥാപിക്കാനുള്ള നിലവിലെ കരാർ കൂടുതൽ സ്റ്റോറുകളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതും വാങ്ങുന്നതും കൂടുതൽ എളുപ്പത്തിലാക്കുന്ന തരത്തിൽ മോറിസൺസ് അവരുടെ 500 സ്റ്റോറുകളിൽ കാതലായ മാറ്റം വരുത്തുന്നു എന്ന് റിപ്പോർട്ട്. കോഡിയൻ സബ്സിഡിയറിയായ പാഴ്സൽ പെൻഡിങ്ങുമായുള്ള സഹകരണത്തിൽ നേരത്തെ 230 മോറിസൺസ് ഡെയിലി സ്റ്റോറുകളിലായിരുന്നു 2025-ൽ ഇത്തരത്തിലുള്ള ലോക്കറുകൾ സ്ഥാപിച്ചത്. ഇപ്പോൾ അത് രാജ്യവ്യാപകമായി എല്ലാ സ്റ്റോറുകളിലേക്കും കൊണ്ടുവരികയാണ്. ഇക്കഴിഞ്ഞ ജൂണിന് 125 സ്റ്റോറുകളിൽ കൂടി ഈ ലോക്കറുകൾ നിലവിൽ വന്നു. വരും മാസങ്ങളിൽ മിച്ചമുള്ള 500 സ്റ്റോറുകളിൽ കൂടി ഇവ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് സൂപ്പർ മാർക്കറ്റ് ശൃംഖല. വിവിധ ഡെലിവറി സ്ഥാപനങ്ങളിൽ നിന്നുള്ള പാഴ്സലുകൾ സ്വീകരിക്കാനും മടക്കി നൽകാനും ഈ ലോക്കറുകൾ ഉപഭോക്താക്കൾക്ക് സൗകര്യമൊരുക്കും. അതിനോടൊപ്പം റീറ്റെയിൽ ക്ലിക്ക് ആൻഡ് കളക്ട്, പ്രിസ്ക്രിപ്ഷൻ കളക്ഷൻ, കീ എക്സ്ചേഞ്ച്, സ്പെയർ പാർട്സ് റിട്രീവൽ തുടങ്ങിയ അധിക സേവനങ്ങളും ഇത് നൽകുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട ഷോപ്പിംഗ് അനുഭവം നൽകുക, ഷോപ്പിംഗ് ആയാസരഹിതമാക്കുക എന്നതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മോറിസൺസ് അവകാശപ്പെടുന്നു. ഉഷ്ണതരംഗത്തിന്റെ തീക്ഷ്ണതയിൽ ബ്രിട്ടൻ വെന്തുരുകുമ്പോൾ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ തത്രപ്പെടുന്നവർക്കായി കൗൺസിലുകൾ കൂൾ സ്പേസുകൾ ഒരുക്കിയിരിക്കുകയാണ്. ബാത്ത് ആൻഡ് സോമർസെറ്റ്, ബിർമിംഗ്ഹാം, ബ്രിസ്റ്റോൾ, ലീഡ്സ്, ലണ്ടൻ, മാഞ്ചസ്റ്റർ, റോച്ച്ഡെയിൽ തുടങ്ങിയ നഗരങ്ങളിലാണ് ഇപ്പോൾ ഇവ ഒരുക്കിയിരിക്കുന്നത്. സൂര്യപ്രകാശത്തിന്റെ കാഠിന്യത്തിൽ നിന്നും അകന്നുമാറി തെല്ലൊന്ന് വിശ്രമിക്കാൻ സൗജന്യ കുടിവെള്ളവും അഭയവും നൽകുന്ന കെട്ടിടങ്ങളാണ് കൂൾ സ്പേസുകൾ എന്നറിയപ്പെടുന്നത്.
ഉഷ്ണതരംഗത്തിന്റെ തീക്ഷ്ണതയിൽ ബ്രിട്ടൻ വെന്തുരുകുമ്പോൾ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ തന്ത്രപ്പെടുന്നവർക്കായി ബാത്ത് ആൻഡ് സോമർസെറ്റ്, ബിർമിംഗ്ഹാം, ബ്രിസ്റ്റോൾ, ലീഡ്സ്, ലണ്ടൻ, മാഞ്ചസ്റ്റർ, റോച്ച്ഡെയിൽ തുടങ്ങിയ നഗരങ്ങളിൽ കൗൺസിലുകൾ കൂൾ സ്പേസുകൾ ഒരുക്കി. എല്ലാ കൂൾ സ്റ്റേഷനുകളും എയർ കണ്ടീഷനിംഗ് ചെയ്തവയല്ല, അതുപോലെ വൈദ്യസഹായവും അവ നൽകുന്നില്ല. എന്നിരുന്നാലും കടുത്ത ചൂടിൽ നിന്നും അല്പനേരത്തേക്ക് രക്ഷ നേടാനും ശരീരത്തിലെ ജലാംശം വീണ്ടെടുക്കാനും അവ സഹായിക്കുന്നു. ബാത്ത് ആൻഡ് സോമർസെറ്റിൽ ബാത്ത് സ്പോർട്സ് ആൻഡ് ലീഷർ സെന്റർ, ബാത്ത് സെൻട്രൽ ലൈബ്രറി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കൂൾ സ്പേസുകൾ ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ നിയന്ത്രണത്തിൽ ബിർമിംഗ്ഹാമിലുള്ള എല്ലാ പള്ളികളും കൂൾ സ്പേസുകൾ ആക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ സമ്മർഫീൽഡ് പാർക്കിൽ കുടിവെള്ള വിതരണവും നടത്തുന്നുണ്ട്. ബ്രിസ്റ്റോൾ സിറ്റി കൗൺസിലാണെങ്കിൽ കീപ് ബ്രിസ്റ്റോൾ കൂൾ എന്ന മാപ്പിംഗ് ടൂൾ ഇറക്കിയിരിക്കുകയാണ്. ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് കണ്ടെത്താൻ ഇത് സഹായിക്കും. അതോടൊപ്പം നഗരത്തിലെ ലൈബ്രറികൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ, മതസ്ഥാപനങ്ങൾ എന്നിവയെല്ലാം കൂൾ സ്പേസുകൾ ആക്കിയിട്ടുണ്ട്. ലണ്ടനിലാണെങ്കിൽ എയർ കണ്ടീഷനിംഗ്, ശൗചാലയങ്ങൾ, കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങളുള്ള കൂൾ സ്പേസുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് മാപ്പ് ഇറക്കിയിട്ടുണ്ട്. മേയർ സാദിഖ് ഖാന്റെ ഹീറ്റ് റെഡി ലണ്ടൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്. മാഞ്ചസ്റ്ററിലെ 22 ലൈബ്രറികൾ കൂൾ സ്പേസുകളായി പ്രവർത്തിക്കുമെന്ന് കൗൺസിൽ അറിയിച്ചിട്ടുണ്ട്. റോച്ച്ഡെയിൽ ബറോ കൗൺസിലും 12 കൂൾ സ്പേസുകളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഇവ സൗജന്യമായി ഉപയോഗിക്കാമെന്നും കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബേസിംഗ്സ്റ്റോക്കിൽ കലയും സംസ്കാരവും ഒരേ വേദിയിൽ സമന്വയിക്കുന്ന അപൂർവ സാംസ്കാരിക മഹോത്സവത്തിന് തിരിതെളിയുവാൻ ഇനി ഒരു ദിവസം മാത്രം. ബേസിംഗ്സ്റ്റോക്ക് ആസ്ഥാനമായ വെളിച്ചം തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 12 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ രാത്രി 8 വരെ QMC ഓഡിറ്റോറിയത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന ബേസിംഗ്സ്റ്റോക്ക് കൾച്ചറൽ ഫെസ്റ്റ് കലാസ്നേഹികൾക്ക് ദൃശ്യ ശ്രാവ്യ വിസ്മയങ്ങളുടെ അപൂർവ അനുഭവമൊരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വിസ്മയകരമായ മാജിക്കൽ മെന്റലിസം ഷോ, പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്ന മിമിക്സ് പെരേഡ്, വൈവിധ്യമാർന്ന നൃത്താവിഷ്കാരങ്ങൾ, നാദവിസ്മയം തീർക്കുന്ന മെഗാ ചെണ്ടമേളം, സാമൂഹിക സംഗീത ചരിത്ര നാടകമായ ജീൻ വാൽജീൻ എന്നിവ ഉൾപ്പെടെ കലയുടെ വിവിധ മുഖങ്ങൾ ഒരേ വേദിയിൽ അണിനിരക്കുമ്പോൾ ബേസിംഗ്സ്റ്റോക്കിലെയും സമീപ പ്രദേശങ്ങളിലെയും കലാസ്വാദകർക്ക് ഏറെ നാളുകൾ ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന കലാവിരുന്നായിരിക്കും ഇത്. UK-യിലെ ചെണ്ടമേളയുടെ ആശാനായി അറിയപ്പെട്ടിരുന്ന വെളിച്ചം തിയേറ്റേഴ്സിന്റെ മാർഗദർശിയും അഭിനേതാവുമായിരുന്ന അകാലത്തിൽ വേർപിരിഞ്ഞ ഫിലിപ്പ് കുട്ടി അച്ചായന് ആദരവ് സമർപ്പിച്ചാണ് മുഴുവൻ പരിപാടികളും അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കലാജീവിതവും സംഭാവനകളും അനുസ്മരിപ്പിക്കുന്ന പ്രത്യേക ചടങ്ങും വേദിയിൽ നടക്കും. ബേസിംഗ്സ്റ്റോക്ക് ഡെപ്യൂട്ടി മേയർ കൗൺസിലർ സജീഷ് ടോം, യുഗ്മ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, ഏഷ്യാനെറ്റ് യൂറോപ്പ് ഡയറക്ടറും ലോക കേരള സഭാംഗവുമായ ശ്രീ S. ശ്രീകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം കൃത്യം 3 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വെളിച്ചം തിയേറ്റേഴ്സ് പ്രസിഡന്റും കലാകാരനുമായ ഡോക്ടർ അജി പീറ്റർ രചനയും സംവിധാനവും നിർവഹിച്ച സൈന്യാധിപൻ എന്ന സംഗീതാൽബത്തിന്റെ പ്രകാശനവും നടക്കും. ഫിലിപ്പ് കുട്ടി അച്ചായന്റെ പരിശീലനത്തിൽ രൂപം കൊണ്ട ബേസിംഗ്സ്റ്റോക്ക്, പോർട്സ്മൌത്ത്, സ്വീഡൻ എന്നിവിടങ്ങളിൽ ശിഷ്യർ അവതരിപ്പിക്കുന്ന മെഗാ ചെണ്ടമേളം, മെന്റലിസ്റ്റ് ജോയലിന്റെ വിസ്മയകരമായ മാജിക്കൽ മെന്റലിസം ഷോ, കൊച്ചിൻ കലാഭവനിലൂടെ ശ്രദ്ധേയനായ മലയാളികളുടെ സ്വന്തം കലാഭവൻ ദിലീപിന്റെ മിമിക്സ് പരേഡ്, D3, D4 ഉൾപ്പെടെയുള്ള നിരവധി റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധ നേടിയ യദു കൃഷിയുടെ നേതൃത്വത്തിലുള്ള ഗോഡ്സ് ഓൺ ഡാൻസേഴ്സ് ട്രൂപ്പിന്റെ മനോഹരമായ നൃത്താവിഷ്കാരങ്ങൾ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടും. സാംസ്കാരിക സായാഹ്നത്തിന്റെ പ്രധാന ആകർഷണമായി വെളിച്ചം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന സാമൂഹിക സംഗീത ചരിത്ര നാടകമായ ജീൻ വാൽജീൻ അരങ്ങേറും. വിശ്വപ്രശസ്ത സാഹിത്യകാരൻ വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡോക്ടർ അജി പീറ്റർ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ നാടകത്തിൽ നിരവധി നാടകങ്ങളിലും സംഗീത ആൽബങ്ങളിലും അഭിനയിച്ചു സംവിധാനം ചെയ്തും കഴിവ് തെളിയിച്ച ഡോക്ടർ അജി പീറ്റർ UK-യിൽ റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിമുകളിലും നാടകങ്ങളിലും മികവാർന്ന അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള CA ജോസഫ്, അഭിനേതാക്കൾ എന്ന നിലയിൽ നിരവധി നാടകങ്ങളിൽ അഭിനയിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള ജോണി ജോസഫ്, സാജു സ്റ്റീഫൻ, ജോബി തോമസ്, സജി കുന്നത്, ദീപ്തി തരംഗ്, ടൈറ്റസ് പുതുശ്ശേരി, ബിനോ ഫിലിപ്പ്, ബിനീഷ് അഗസ്റ്റിൻ, ജസ്വിൻ ജോയ്, ജിതിൻ ജോസ്, നിതിയ ആൽബർട്ട്, ബിന്ദു ബിജു, രാജു തോമസ്, മാസ്റ്റർ ആന്റൺ ബിനോ, ബേബി ഹാരിയറ്റ് സജി എന്നിവരാണ് വേഷമിടുന്നത്. നാടകത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ വിൻസൻ പോൾ, ക്രിയേറ്റീവ് കോർഡിനേറ്റർ CA ജോസഫ്, ചമയം ആൻഡ് മീഡിയ പ്രൊമോഷൻ ജോജി തോട്ടത്തിൽ, രംഗസജ്ജീകരണം സജി കുന്നത്, റെക്കോർഡിംഗ് ജസ്വിൻ ജോയ്, പശ്ചാത്തല സംഗീതം ആൽബി മഠത്തിൽ എന്നിവരാണ്. UK-യിലെ വിവിധ വേദികളിൽ ശ്രദ്ധേയമായ അവതരണ ശൈലിയിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ അശ്വതി ഹരീഷും ജോംസി അരുണും പരിപാടിയുടെ അവതാരകരായിരിക്കും. ഈ അപൂർവ കലാവിരുന്നിൽ ഇനിയും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു. പരിപാടികൾ കൃത്യം 3 മണിക്ക് ആരംഭിക്കുന്നതിനാൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശനം അനുവദിക്കും. ഒരു പരിപാടിയെ നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും 3 മണിക്ക് മുൻപായി എത്തിച്ചേരണമെന്നും സൗജന്യ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യൂറോപ്പ് UK അപ്പോസ്തോലിക് വിസിറ്റേഷനു കീഴിലുള്ള നോട്ടിംഗ്ഹാം സേക്രഡ് ഹാർട്ട് മലങ്കര സുറിയാനി കത്തോലിക്ക മിഷന്റെ വാർഷിക പെരുന്നാൾ ധന്യൻ മോർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 73ാമത് ഓർമ്മ പെരുന്നാൾ, യേശുക്രിസ്തുവിന്റെ തിരുഹൃദയത്തിനു സമർപ്പിച്ചിരിക്കുന്ന മിഷൻ ആരംഭിച്ചതിന്റെ 14ാമത് വാർഷികാഘോഷം എന്നിവ ജൂലൈ 11, 12 തീയതികളിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് UK യൂറോപ്പ് അപ്പോസ്തോലിക്
വിസിറ്റേറ്റർ അഭിവന്ദ്യ ഡോക്ടർ കുര്യാക്കോസ് മാർ ഒസ്താത്തിയോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജൂലൈ 11 ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന, പെരുന്നാൾ കൊടിയേറ്റം, ഭക്തസംഘടനകളുടെ വാർഷികാഘോഷം, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. ജൂലൈ 12 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് അഭിവന്ദ്യ പിതാവിന് സ്വീകരണം നൽകും. തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന, കുഞ്ഞുങ്ങളുടെ പ്രഥമ വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന സ്വീകരണം എന്നിവ നടക്കും. തുടർന്ന് പെരുന്നാൾ പ്രദക്ഷിണം, കൊടിയിറക്കം, സമാപന ആശീർവാദം എന്നിവയോടെ പെരുന്നാൾ ആഘോഷങ്ങൾ സമാപിക്കും. മിഷൻ ആരംഭിച്ചിട്ട് 14 അനുഗ്രഹീത വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ വിശ്വാസ ജീവിതം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മിഷന്റെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് പുതുജീവൻ പകരുന്നതിനും വിശ്വാസി സമൂഹത്തിന്റെ ഐക്യവും കൂട്ടായ്മയും കൂടുതൽ ദൃഢമാക്കുന്നതിനും അവസരമൊരുക്കും. ആഘോഷങ്ങൾ മിഷൻ പ്രീസ്റ്റ് ഇൻചാർജ് റവറന്റ് ഫാദർ ജെയിംസ് ഇലഞ്ഞിക്കൽ നേതൃത്വം നൽകും. എല്ലാ വിശ്വാസികളെയും കുടുംബസമേതം പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ കമ്മിറ്റി സ്വാഗതം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.